ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചക്കായ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ പഴത്തിൻ്റെ പച്ചക്കായില്ലേ, അതാണ് ഇട്ട് കൊടുക്കുക. നമ്മളെ കയ്യിൽ ഏത് ടൈപ്പാണ് പച്ചക്കായിലെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു അരമുറിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ, കുറച്ച് മതി. പിന്നെ ഇതാ വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, നല്ല ജീരകം കുറച്ച് മതിയാവേ, 1 ടീസ്പൂണ്. പിന്നെ ഇതാ ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, ഒരു ചെറിയ കഷ്ണം കായും കുറച്ച് ഉലുവ 1 ടീസ്പൂൺ മതിയാവേ. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ വറുത്തെടുക്കുക. ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കട്ടോ. തേങ്ങൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ലോണം തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഇതാ തേങ്ങ നല്ലോണം തന്നെ ചോന്ന് വന്നിട്ടുണ്ട്. കരിയാണ്ട് ശ്രദ്ധിക്കട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറവാക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. ആ ഒരു ചൂട് കിടന്നത് മൂത്ത് വന്നോളൂ. ഒരു 1.5 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പരിപ്പും പച്ചക്കായും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു വഴുതനങ്ങ, പിന്നെ മുരിങ്ങാക്കോല്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, വെണ്ടക്ക, ഉള്ളിയും വെണ്ടക്കയും ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. ബാക്കിയുള്ള സാധനമൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കലങ്ങി പോകുന്ന സാധനമാണ്. അപ്പോൾ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതിയാവുക. അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ വെണ്ടയും ഞാൻ വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 2 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത ആ ഒരു ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നോട്ടെ. നല്ലോണം തന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിനു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം തന്നെ വാട്ടിയെടുക്കുക. കുറച്ച് നേരം തന്നെ അങ്ങനെ വാട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെണ്ടക്കയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കുക. വെണ്ടക്കൻ്റെ ആ ഒരു പച്ചപ്പ് പോകണം കേട്ടോ, പച്ചപ്പ് പോകണ്ട, ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വാട്ടി കൊടുക്കുക. കുക്കറിൽ വേവിക്കാൻ വെച്ച മസാല ഇവിടെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു നമ്മൾ സാധനമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതാ നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഒന്ന് മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് അരച്ചെടുത്തിന് കേട്ടോ, നല്ലോണം അരയണേ. ഇതിലേക്ക് പാകത്തിനുള്ള പുളി, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പുണ്ടോ നോക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അടിപൊളി സാമ്പാർ റെഡിയായേ.